യാക്കോബ് 5 ശക്തമായ മുന്നറിയിപ്പും പ്രോത്സാഹനവും മാർഗനിർദ്ദേശവും നൽകുന്നു. അടിച്ചമർത്തലിലൂടെയും സ്വാർത്ഥതയിലൂടെയും സമ്പത്ത് സമ്പാദിച്ച സമ്പന്നർക്കെതിരായ ഒരു നിശിതമായ ശാസനയോടെയാണ് ഇത് ആരംഭിക്കുന്നത്. അവരുടെ കുമിഞ്ഞുകൂടിയ സമ്പത്തിനെയും നൽകാത്ത വേതനത്തെയും സുഖലോലുപമായ ജീവിതശൈലിയെയും യാക്കോബ് അപലപിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ ന്യായവിധിയും ദുരിതവും കൊണ്ടുവരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ചൂഷണം ചെയ്യപ്പെടുന്ന തൊഴിലാളികളുടെ നിലവിളികൾ കർത്താവിന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നുവെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു. തുടർന്ന് യാക്കോബ് വിശ്വാസികളെ കഷ്ടപ്പാടുകളിൽ ക്ഷമയുള്ളവരായിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കർത്താവിന്റെ മടങ്ങിവരവ് അടുത്തിരിക്കുന്നുവെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. മഴയും വിളകളും വളരുന്നതിനായി കാത്തിരിക്കുന്ന ഒരു കർഷകന്റെ ഉദാഹരണം അദ്ദേഹം ഉപയോഗിക്കുന്നു. തന്റെ പരീക്ഷണങ്ങളിൽ ഇയ്യോബ് ചെയ്തപോലെ ക്രിസ്ത്യാനികൾ ഉറച്ചുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. വിധിക്കപ്പെടാതിരിക്കാൻ പരസ്പരം പിറുപിറുക്കരുതെന്ന് യാക്കോബ് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെയും സമൂഹത്തിന്റെയും ശക്തിയെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്യുന്നു. ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കണം. സന്തോഷമുണ്ടെങ്കിൽ അവർ സ്തുതിഗീതങ്ങൾ പാടണം. രോഗികളാണെങ്കിൽ അവർ സഭയിലെ മൂപ്പന്മാരോട് പ്രാർത്ഥിക്കാനും കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശാനും ആവശ്യപ്പെടണം. വിശ്വാസത്തിന്റെ പ്രാർത്ഥന രോഗികളെ സുഖപ്പെടുത്തുകയും പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം എഴുതുന്നു. സത്യത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയവരെ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് യാക്കോബ് അവസാനിക്കുന്നത്. പാപിയെ തെറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നത് ഒരു ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും നിരവധി പാപങ്ങളെ മൂടുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. മൊത്തത്തിൽ യാക്കോബ് 5 നീതിനിഷ്ഠമായ ജീവിതം, ക്ഷമ, അനുകമ്പ, ഉത്തരവാദിത്തം എന്നിവയ്ക്കുള്ള ഒരു ആഹ്വാനമാണ്. അത് ദൈവത്തിന്റെ നീതിയെയും കരുണയെയും അടിവരയിടുന്നു. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും പരസ്പരം പിന്തുണയ്ക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.